ഹായ് ഗായ്സ്, വെൽക്കം ടു വൈബ് ജോഡി. അപ്പോൾ ഇന്ന് നമ്മൾ മെക്സിക്കോയിൽ എത്തിയിട്ട് 4-ാമത്തെ ദിവസമാണ്. പക്ഷേ 2-ാമത്തെ ദിവസമാണ് പുറത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് നമുക്കൊരു 12 hours അതിനൊക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ 7 to 7 ആട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ എക്സ്ട്രാ എടുത്തതായിരുന്നു കേട്ടോ ഈ ഒരു പാക്കേജിന് പുറമെ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ ഇവിടെ 6:30-ക്കോ 6 o'clock ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ അവിടുത്തെ നോർമൽ എഗ് തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ സെലക്ട് ചെയ്യാം ഓരോന്നോരോന്ന്. ഞാൻ കൂടുതലായിട്ടും ക്യാപ്സിക്കം, ഒനിയൻ, പിന്നെ ടൊമാറ്റോ, പിന്നെ ചീസ്, അങ്ങനെയൊക്കെ സംഭവം നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കും. അവരപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിച്ചാൽ ഭയങ്കര ഒരു ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ അതാണ് എടുക്കാറ്. മുത്തും അത് തന്നെയാണ് എടുക്കാറ്. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സൊക്കെ ഒന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സൺറൈസ് ഒന്നും ആയിട്ടില്ല. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഫുഡും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ച് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളതിനെ കാണാതെ ഇവരിനി പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറങ്ങി വന്നു കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് നിന്നപ്പോൾ ഇന്ന് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്കേർഷൻസ് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ബുക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ടീംസ് ആയിരിക്കും അവരെന്നെ ഓരോരുത്തരെ വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഓരോരുത്തരെ വന്ന് പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ആ വലിയ ബസ്സിലായിരിക്കും നമ്മുടെ എന്നുള്ളത്. പക്ഷെ അതായിരുന്നില്ല. ആദ്യം ഒരു കുഞ്ഞൊരു ബസ്സല്ല, അങ്ങനത്തെ ഒരു വണ്ടി വന്നിട്ട് നമ്മളതിനെ പിക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾ ഈ കണ്ടത് അവിടുത്തെ ലോക്കൽ ബസ്സാണ് കേട്ടോ, മെക്സിക്കോയിലെ. അങ്ങനെ നമ്മളതിനെ അവിടുന്ന് കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് ഒരു മെയിൻ സ്പോട്ടിൽ കൊണ്ടാക്കി, ഈ വണ്ടിയിൽ കേട്ടോ. അവിടുന്ന് ഒരു മെയിൻ സ്പോട്ടിൽ കൊണ്ടാക്കി അവിടുന്ന് നമ്മൾ ഈ വലിയൊരു ബസ്സിലാണ് കേട്ടോ കയറിയത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. AC എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് ഒന്ന് ബാക്കിലോട്ട് ചാരിയിരിക്കാനും ഒക്കെ നല്ല സൗകര്യമുള്ള ബസ്സായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു ബസ്സിൽ പോകുന്നത്. കാരണം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടു എനിക്ക് മുത്തിനും. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നല്ല ആൾക്കാരായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ എത്തി. അവർ തന്നിട്ടുള്ള ഒരു എല്ലാ സ്ഥലത്തും ഒരു കയ്യുമ്മ കെട്ടാനുള്ള എന്തെങ്കിലും ബ്രേസ്ലെറ്റ് പോലെ തരാറ്. ഇവർ പക്ഷെ ഒരു സ്റ്റിക്കറാണ് തന്നത്. എനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നി. കാരണം അത് പോവാതെ ഷർട്ടിൽ തന്നെ ഒട്ടിച്ചു വെക്കാൻ വേണം. ഞാൻ ഫോണിൽ വെച്ചപ്പോഴൊക്കെയും അവർ പറഞ്ഞു പറ്റില്ല, അത് ദേഹത്ത് കാണുന്നോട് തന്നെ ഉണ്ടായിരിക്കണം, ഇതാന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവർ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുമായിരുന്നു. അത് ഇംഗ്ലീഷിലും സ്പാനിഷിലും അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. Ahí está, vamos a usar entonces el sticker todo el día, using the sticker all day. Mis amigos. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ ഒരു സമയത്ത് 9:30 ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് അവർ അപ്പം തന്നെ അനൗൺസ് ചെയ്തു ഒരു 1 hour ബാക്കിലോട്ട് പോകുന്നുള്ളത്. അത് അതുപോലെ തന്നെ ആയിട്ട് സംഭവം ഒരു 1 hour ട്രാവൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ടൈമിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവർ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെയും അവിടുത്തെ കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോണാണ് ഒബ്സീഡിയൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സിനോട്ട് കാണാനും, സിനോട്ട് എങ്ങനെയാണ് അത് പറയാമെന്നറിയില്ല, അത് കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേറൊരു സംഭവം കൂടി കാണാൻ പോവുകയാണ്. അത് ഞാൻ അപ്പം പറയാം. അപ്പോൾ ഈ ഒരു കല്ലിനെ അവർ പറയുന്നത് നമ്മളിങ്ങനെ ഇരുട്ടത്ത് വെച്ച് നോക്കി ഭയങ്കര ബ്ലാക്ക് ആയിരിക്കും, അതിന് വെളിച്ചത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഗോൾഡൻ കളർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരുപാട് സവിശേഷതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കിപ്പോൾ അത്രയും വലിയൊരു ഓർമ്മയില്ല. കാരണം ഈ മായൻസ് ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലുള്ള ആദിവാസികൾ പോലെ ഈ അവിടെയുള്ള ആൾക്കാരാണ് മായൻസ്. അപ്പോൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇപ്പോൾ ഈ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് അവിടെ നിൽക്കുന്ന ഒരാളില്ലേ, അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മായൻസിലത്തെ ഏറ്റവും വലിയൊരാളെ കാണും. ഇപ്പം എനിക്ക് തോന്നി അതൊരു മൂപ്പനെ പോലെ നമ്മുടെ അവിടുത്തെ പറയില്ലേ, അതുപോലത്തെ ഒരാളെ കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആളുടെ അടുത്ത് പോയി സംസാരിക്കാം, ആൾ ബ്ലെസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഈ മായൻസിൻ്റെ നമ്മൾ കുറേ മുന്നത്തൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുന്നുണ്ടായിരിക്കും, ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇവരുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ആളാവുന്ന വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു സംഭവം ആ ഒരു സ്റ്റോണിൽ പെട്ടതാണ്. അതിൽ കൂടെ നമ്മൾ സൂര്യനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്ക ക്ലിയർ ആയിട്ട് സൂര്യനെ കാണാൻ പറ്റും കേട്ടോ. ഒക്കെ നമ്മൾ നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട്
ഇപ്പോൾ നമ്മൾ സിനോട്ടെ കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് സിനോട്ടെ കാണാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് ടെക്കിയിലൊക്കെ ടേസ്റ്റ് ചെയ്യാൻ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്ത് ഏതൊക്കെയോ ഫ്ലേവേഴ്സ് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ വേറൊരു സിനോട്ടെ കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമുക്ക് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവരുടെ ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ പോയിട്ട് നമുക്ക് അത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഒബ്സിഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോണ് വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്കവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് ഒന്ന് കാണിച്ചു തരുമായിരുന്നു നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകതരം മാലയൊക്കെ ഉണ്ട്, നമ്മുടെ പേരിൻ്റെ ഓരോ ലെറ്റർ പറഞ്ഞു കൊടുത്താലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ അതിനെ ഭയങ്കര ബിൽഡപ്പ് ചെയ്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ എനിക്കങ്ങനെ വലിയ വേർത്തായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ മേടിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോയ സിനോട്ടെ ഇതായിരുന്നു. അതെനിക്ക് ഭയങ്കര വാവായി തോന്നിയില്ല. പക്ഷെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു എനിക്ക് ഭയങ്കര ഫോട്ടോയിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനോട്ടെ എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ്. ഈ മേലെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടായിരിക്കും. അത് ശരിക്കും അത് ഭയങ്കര നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ആ ഒരു കുഞ്ഞൊരു ആ ഒരു പോർഷൻ ഹോളൊക്കെയും. എന്നിട്ട് അതിൽ കൂടെ തന്നെ നാച്ചുറലി ഉള്ള വാട്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് ലൈറ്റ് വന്ന് ഭയങ്കര പ്യുവറായിട്ടുള്ള വാട്ടർ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ സ്വിം ചെയ്യായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ അത് ചെയ്തില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി അതിന് മുന്നൊരു ഷവർ എടുത്ത ശേഷം വേണം അതിലോട്ട് ഇറങ്ങാൻ. കാരണം അവിടെ വൃത്തികേടാക്കാൻ വേണ്ടിയിട്ട് അവരൊട്ടും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ മായൻ വില്ലേജും ഉണ്ടായിരുന്നു ആ സെയിം സ്ഥലത്ത് തന്നെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ച് നേരം നമ്മളതിനെ പിന്നെ അവിടെ നിന്ന് അവരങ്ങ് ഫ്രീ ആയിട്ട് വിടും കേട്ടോ. കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഏജൻസിക്കാർ നമ്മൾ ഫ്രീ ആയിട്ട് വിടും. നമുക്ക് ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് അവർ പറയുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തിരിച്ച് അവർ പറയുന്ന സ്പോട്ടിലോട്ട് എത്തിയാൽ മതി. അപ്പോൾ ഈ മായൻ വില്ലേജിൻ്റെ ഉള്ളിൽ കയറിയപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം, നമ്മുടെ നാട്ടിലത്തെ സെയിം വൈബ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ സെയിം ആയിട്ടും തോന്നി. പിന്നെ നമ്മൾ പണ്ടൊക്കെ ഈ കുട്ടിപ്പേരെ കെട്ടിക്കളിക്കൊക്കെ ഇല്ലേ, നമ്മൾ കുഞ്ഞു വീടൊക്കെ വെച്ചിട്ട് അതിൽ കളിക്കില്ലേ, അതുപോലത്തെ ഒക്കെ ഒരു ഫീലോ അതുപോലത്തെ ഒരു എന്തോ ഭയങ്കരമായിട്ടൊരു പണ്ടത്തെ ഒരു കാലത്തിലോട്ട് പോണ പോലെ തോന്നി. ഇപ്പോൾ നമ്മൾ അവിടെ പോയ സമയത്ത് ഉണ്ടായിരുന്നവരല്ല, വേറെ കുറച്ച് ആൾക്കാർ മൈൻസ് പോലെ ആയിട്ട് അവർ വേഷം കെട്ടിയിട്ടാണോ അതോ അവിടുത്തെ മൈൻസ് തന്നെയാണോ എന്ന് അറിയില്ല. കാരണം അതൊരു മായൻ വില്ലേജിലോട്ട് പോയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ നിന്നിട്ട് നമ്മളവിടെ ഫോട്ടോ എടുക്കാനും ഒക്കെ അവർ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് ടിപ്പ് കിട്ടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വല്ലാതെ പോയിരുന്നില്ല. കാരണം ഞാൻ വന്ന ദിവസം ഞങ്ങളുടെ ഹോട്ടലിൽ ഭയങ്കര അടിപൊളി മൈൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പിന്നെയും കാണുമെന്ന്, പക്ഷേ നമുക്ക് പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 1/2 hour മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ അതും ഇപ്പോൾ ഈ കഴിഞ്ഞ ഡേയിൽ പോയ പോലെ തന്നെ നമുക്കതിൽ ബുക്ക് ചെയ്യുമ്പം വിത്ത് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഓപ്ഷൻ എടുക്കാൻ പറ്റും.
ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ആ ഒരു മായൻ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നടന്നു കിട്ടുക. കാരണം ഇത്രയും കാലം കാനഡ കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു. എന്നിട്ട് ഇപ്പം നിങ്ങൾ അതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഒരു ചെറുതായിട്ടുള്ള എന്തോ ഒരു ഡാൻസ് ഫോമാണ് അവരുടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ മായൻസ് വീണ്ടും അവിടുന്ന് പോകുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ പറയുമായിരുന്നു മുത്തിൻ്റെ അടുത്ത്, നാട്ടിലത്തെ ഒരു കരിങ്കാളിയുടെ വൈബൊക്കെ ഉള്ളൊരു തരം ഇങ്ങനെ ഒരു ചെലങ്കൊക്കെ ഇട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ സിനോട്ട് കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. ഈ സ്പോട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് വൺ ഓഫ് ദ വേൾഡ് വണ്ടറാണ് ഗൈസ്. അതായത് ഇപ്പോഴത്തെ പുതിയ വേൾഡ് വണ്ടർ അതിൻ്റെ ഒരു കണക്ക് പ്രകാരം കേട്ടോ, അല്ലാതെ പഴയത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇതങ്ങനെയല്ല. ഞങ്ങളങ്ങനെ 7 ലോകാത്ഭുതങ്ങളിൽ ഒന്ന് കാണാൻ പോവാണ്. മെക്സിക്കോയിലെ എന്താണ് സ്ഥലത്തിന്റെ പേര്? ചിച്ചൻ ഇറ്റ്സ. എനിക്ക് ഇവിടെ വരുന്നവരെ വല്ലാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ചിച്ചൻ ഇസേനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഇത് വേൾഡ് വണ്ടറിലുള്ളതെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നത് പിരമിഡ് വേൾഡ് വണ്ടറിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനോ അല്ലെങ്കിൽ പിരമിഡിൽ തന്നെ ഉള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്, അതാണ് നമ്മൾ കാണാൻ പോകണമെന്ന് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ ഇവർ സംസാരിച്ചതിൽ നിന്നും പിന്നെ അതുപോലെ മുത്തു പറഞ്ഞതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് ഇത് പണ്ട് പിരമിഡ്, ഈജിപ്തിലത്തെ പിരമിഡ് ആയിരുന്നു നമ്മുടെ വേൾഡ് വണ്ടറിൽ ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. ന്യൂ വേൾഡ് വണ്ടർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. അവർ അതെടുത്ത് കളഞ്ഞിട്ട് ഈ മെക്സിക്കോയിലുള്ള ചിച്ചനിസയാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് ന്യൂ വേൾഡ് വണ്ടറിൽ ഒരെണ്ണമായിട്ട് കേട്ടോ. 7 ഒരെണ്ണമായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ ചിച്ചനിസയാണ്. അപ്പം അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമായിരുന്നു കേട്ടോ. കാരണം ഒരിക്കൽ പോലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലത്തെ, നമ്മുടെ ഇന്ത്യയിലത്തെ താജ്മഹൽ പോലും നമ്മൾ കണ്ടിട്ടില്ല, അതിന് പോലും കഴിഞ്ഞിട്ടില്ല. Twice a year in a natural way, but take a look how many persons in this place. I told you it's impossible to walk free, impossible to take a nice picture, a clean picture. Today we can walk comfortable, we can do a nice pictures, but when it fly, the tide looks like a snake. The quetzal is a sign from Guatemala. The Mayas come from Guatemala and they made this building in honor to Quetzalcoatl or Kukulkangar. Exactly the same. Now, do you അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം നടന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ മുന്നേ കണ്ടിട്ടുള്ള ഒരു ബേർഡ് ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ക്ലിപ്പിലുള്ള ഒരു ബേർഡ്, ആ ബേർഡിൻ്റെ സൗണ്ടാണ് ഇവിടെ ഒരു പ്രത്യേക ഒരു പൊസിഷനിൽ വന്ന് നിന്നിട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പം അതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ അതായിരുന്നു ആൾ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ വോയിസ് ഓവർ ചെയ്യാഞ്ഞേ. അപ്പോൾ അതൊക്കെ ഭയങ്കര വണ്ടറായിട്ട് തോന്നിയിട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. അത് നമുക്ക് എത്രമാത്രമാണ് പറയാൻ പറ്റുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല, കാരണം ഞാൻ ഒരുപാട് മറന്നുപോയി. പിന്നെ അതുപോലെ അതിൽ വേറൊരു പിക്ചറും കൂടെ ആൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ മുന്നേ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ് നമുക്ക് എന്താ പറയുക, ഇത് ഏതോ ഒരു ദിവസം മാത്രം ഒരുപാട് ആൾക്കാർ വരും. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു വ്യൂവിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്നേക്ക് വന്ന് നിൽക്കുന്ന പോലെ അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് കാണാൻ വേണ്ടി അന്നേ ദിവസം ഒരുപാട് പേര് വരും എന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. അങ്ങനത്തെ 2 പിക്ചർ ആണ് ആളൊരു റെഫറൻസ് ആയിട്ട് കാണിച്ചു തന്നപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ അവർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം നമ്മളതിനെ അവിടെ നിന്ന് വിട്ടു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പിന്നെയും ഒരു 1.5 hour അങ്ങനെ എന്തോ അവിടെ ചുറ്റിക്കറങ്ങാൻ കിട്ടി. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാം പോയിട്ടൊന്ന് കാണുമായിരുന്നു. അതിൽ ഇപ്പോൾ മുത്തു പോയിട്ട് ഇപ്പോൾ ഒന്ന് ക്ലാപ്പ് ചെയ്ത ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ എന്താണ്, എല്ലാ സ്ഥലത്തുനിന്നും 7 സൈഡിൽ നിന്ന് നമുക്ക് വോയിസ് കേൾക്കാം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇവിടെ വന്നിട്ട് ആ ബേർഡിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ള അത്ര നിന്ന് ക്ലാപ്പ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ആളെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഒരു പ്രത്യേക പൊസിഷനിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചിച്ചൻ ഇറ്റ്സ നമ്മുടെ കയ്യിലാക്കിയിട്ട് അല്ലെങ്കിൽ വിരലുകൊണ്ട് തൊടുന്ന പോലെ അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. എന്നിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാനൊന്നും പറ്റിയില്ല. അവിടുത്തെ വെയിലുകൊണ്ടും അതും തോന്നുന്നില്ല, അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആൾ അത് കൂടെ പാസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആളെന്നെ വന്നിട്ടുണ്ട് ഞാൻ എടുത്തു തരണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ഫോട്ടോ കിടക്കാച്ച് ഫോട്ടോ എടുത്ത് തന്നു കേട്ടോ. അത് ഭയങ്കര സന്തോഷമായി തോന്നി. ഈ ഒരു ഭാഗമാണ് ചിച്ചൻ ഇറ്റ്സയുടെ ബാക്ക് എന്നുള്ളൊരു വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഒത്തിരി കൂടി ഡിഫറെൻ്റ് ആയിട്ട് അതൊക്കെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് അവർ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് കുറേ സംഭവങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് നേരം ഈ ഒരു തണലത്ത് നിന്നിട്ട് ഈ ഒരു ചിച്ചൻ ഇറ്റ്സേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വേൾഡ് വണ്ടർ അല്ലേ. അങ്ങനെ നമ്മൾ വേൾഡ് വണ്ടറൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു സിനോട്ടെ എന്നുള്ളൊരു സംഭവം കാണാനും അതുപോലെ ചിച്ചൻ ഇറ്റ്സ കാണാൻ വേണ്ടിയിട്ടും രണ്ടും കൂടെ ഒപ്പം ബുക്ക് ചെയ്തത്. കാരണം അതൊരു ഒരേ വേല് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കൂടുതലും അങ്ങനെയാണ് ഇവർ പാക്കേജ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരേ വഴിയിലാണിത്. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം 2-2.5 മണിക്കൂർ നമുക്ക് ഉറങ്ങാനും കാര്യങ്ങളും ഒക്കെ കിട്ടും കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഞാൻ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ ഒന്ന് പുറത്ത് വന്നത് നന്നായി. കാരണം ഒരു ലോക്കൽ ആൾക്കാരെ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ പറ്റി. ആ ഒരു വീടും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. എന്നിട്ട് അതിനുശേഷം നമ്മൾ വേറൊരു സിറ്റിയിലോട്ട് പോയി. ഒരു കുഞ്ഞൊരു സംഭവം വല്ല ഡോലിഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു കുഞ്ഞൊരു സ്ഥലം, അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ പോയപ്പോഴും നമ്മൾ ഈ സെയിം ഡാൻസ് ഒക്കെ കണ്ടു. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരുടെ കാലുകൊണ്ടുള്ള ഒരു സംഭവം കാണാൻ കേട്ടോ. അതാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്. ആ കാല് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അവർ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ ഒരു എന്താ പറയുക, ഒരു നോക്കിച്ചിരിയും അങ്ങനെ കേട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു നിന്ന് പെട്ടെന്ന് കഴിയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമെങ്കിലും തിന്നാതെ എങ്ങനെയെന്ന് വെച്ചിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി. പക്ഷെ ഭയങ്കര പൊട്ടയായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം നമുക്ക് സമയം കിട്ടും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മളതിനെ റൂമിൽ കൊണ്ടാക്കും അവർ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി പിന്നെ തിരിച്ചു വന്ന് നമ്മൾ അവിടെ ഡിന്നറൊക്കെ കഴിച്ച് വീണ്ടും നമ്മുടെ അവിടുത്തെ ഹോട്ടലിൽ എത്തിയിട്ട് അവിടുത്തെ സ്റ്റേജിലെ പ്രോഗ്രാംസൊക്കെ കുറച്ച് നേരം നിന്നൊന്ന് കണ്ടു. എന്നും ഡിഫറെൻറ്റ് പ്രോഗ്രാംസാണ് കേട്ടോ. അത് ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. കാരണം നമ്മളിപ്പോൾ അവിടെ 7 ദിവസമുള്ളതുകൊണ്ട് നമുക്ക് 7 ദിവസത്തെയും കാണാൻ പറ്റി. പക്ഷെ ഇപ്പോൾ നമ്മൾ 2-3 ദിവസമാണ് നിൽക്കുന്നത് വെച്ചാൽ പോലും എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോൾ അത് കാണാൻ തന്നെ ഭയങ്കര രസമാണല്ലോ. അപ്പം നമ്മൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് കുറേ നേരം കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് ആ ഒരു വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ വലിയൊരു ഉഷ്ണം ഇല്ല അവിടെ. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് ഇങ്ങനെ ചില്ല് ചെയ്യാം പുറത്ത് വന്നിരുന്നിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക തരത്തിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വേറൊരു ഷോ ഉണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ നേരം അവിടെ നിൽക്കാനും പറ്റില്ല. കാരണം ഓരോ ദിവസത്തെ ക്ഷീണവും കാര്യങ്ങളായിട്ട് നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ തോന്നി അയ്യോ എല്ലാം കൂടി കാണുകയും വേണ്ടേ, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം പോയതുമല്ലേ. അങ്ങനെ കുറേ നേരം അതൊക്കെ നിന്ന് കണ്ടുകൂട്ടാം. എന്നിട്ട് ഏറ്റവും മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ ആ വേൾഡ് വണ്ടർ കണ്ടല്ലോ എന്നുള്ള ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നൊന്നും അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ഐസ്ക്രീമും മേടിച്ച് അവിടെ ഇങ്ങനെ ചുമ്മാ ഞങ്ങൾ കാറ്റും കൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു, കുറച്ച് നേരം അവിടെ കിടന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ബൈ.